നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റോസ് അത്ലറ്റിക്കോ എംജിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയ കളിയിൽ നെയ്മറുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ആരാധകർക്ക് അറിയേണ്ടത് അതാണ്. സാന്റോസിൻ്റെ വിജയ ഗോൾ മോയിസസിൻ്റെ വകയാണ്. ഗോളോ അസിസ്റ്റോ നെയ്മറുടെ പേരിലില്ല. പിന്നെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്മർ 90 മിനിറ്റ് കളിച്ചു. അതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം കാർലോ ആഞ്ചലോട്ടി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ചോദ്യം നെയ്മർക്ക് 100% ഫിറ്റ്നസ് ഉണ്ടോ, 90 മിനിറ്റ് കളിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ്. അത്തരത്തിൽ പ്രശ്നങ്ങളില്ല, താൻ മികച്ച രൂപത്തിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് നെയ്മർ കാണിക്കുകയാണ് 90 മിനിറ്റ് കളിച്ചതിലൂടെ. പിന്നെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? മോശമല്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മനോഹരമായ ടച്ചുകൾ, മാജിക്കൽ ടച്ചുകളും മൂവ്മെൻറ്റുകളും ഒക്കെയായിട്ട് അദ്ദേഹം കളിക്കളത്തിൽ നിറഞ്ഞു. തൻ്റെ സഹതാരങ്ങൾക്ക് ഗിഫ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ബോളുകൾ കൊടുത്തിട്ട് പലതും അവർ നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ അസിസ്റ്റ് നെയ്മറുടെ പേരിൽ വരുമായിരുന്നു. അങ്ങനെയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, പാസുകൾ കൊടുത്തു. പക്ഷേ സഹതാരങ്ങളുടെ നിലവാരം പലപ്പോഴും നെയ്മർക്കൊപ്പം എത്തിപ്പിടിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും അത്ലറ്റിക്കോ എംജിയെ പോലുള്ളൊരു വമ്പൻ ടീമിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി നെയ്മറുടെ പ്രകടനത്തിൽ കൃത്യമായി കണക്കെടുത്ത 2 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 5 ലോങ് പാസുകൾ കൊടുത്തു. 5ഉം ആക്യുറേറ്റ് ആയിരുന്നു. 78 ടച്ചസ്, 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു. 14 ഡ്യുവൽസിൽ 7 അദ്ദേഹം വിൻ ചെയ്തു. എതിരാളികൾ പിന്നെ അദ്ദേഹത്തെ ഫൗൾ ചെയ്യാൻ ഒട്ടും കുറക്കാറില്ലല്ലോ. 5 ഫൗളുകൾ അദ്ദേഹത്തിന് നേരെ ചെയ്തു. അത് മുൻ സഹതാരം ഹൾക്കടക്കം അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്ന കാഴ്ച കണ്ടു. ഏതായാലും മോശമല്ലാത്തൊരു പ്രകടനം, ഒരു ഔട്ട്സ്റ്റാൻഡിങ്, നെയ്മറുടെ ആ ഒരു നിലവാരത്തിലുള്ള വമ്പൻ പ്രകടനം എന്നൊന്നും പറയാനില്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. sofascore.com അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 7.1 ആയിരുന്നു. ഏതായാലും സാന്റോസ് വീണ്ടും വിജയപഥത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നെയ്മർ മടങ്ങിയെത്തിയതോടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.